ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗാർഡൻ്റെ വർക്ക് വേറെ ഒരു സൈറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് തീർക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഇതാണ് ആ സൈറ്റ്, നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഗാർഡനിലെ വേസ്റ്റ് ആയിട്ടുള്ള പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെത്തി ക്ലീൻ ആക്കി റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പണിയായുധങ്ങളൊക്കെ കണ്ടല്ലോ. ഈ ചാക്കിൻ്റെ അത് നിറച്ച് നമ്മൾ പുല്ല് ചെത്തി ഇടേണ്ട അതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഒന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് തന്നെ വെയിലും ഉണ്ടായിരുന്നു. അതൊന്നും വെയിൽ നമ്മൾ കൂട്ടാക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഇത് അങ്ങ് അറ്റം വരെ ഉണ്ട്. ഫുള്ള് നമ്മൾ ക്ലീനാക്കി കൊണ്ടുവരേണ്ടതാണ്. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ ടീം തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ പഴയ പുല്ലിൻ്റെ അകത്ത് വേറെ വേസ്റ്റ് ആയിട്ടുള്ള പുല്ല് കയറി വന്നിട്ട് നമ്മളത് പുതിയതായിട്ട് വേറെ ചെയ്യുന്നതാണ് ഈ കണ്ടത്. നല്ല പോത്തിറച്ചി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കി അടി ചേർത്ത് കട്ട് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ അകത്ത് ഇനിയും മുളയ്ക്കാതിരിക്കുന്നു. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നല്ല രീതിക്ക് പണി ഉണ്ടായിരുന്നു. നോക്കിക്കേ ഗൈസ്, അങ്ങനെ ഉച്ചയാകാറായപ്പോഴത്തേക്കും നമ്മുടെ മുതലാളിമാർ സൈറ്റിൽ വന്നു കേട്ടോ. ഇതാണ് രണ്ട് മുതലാളിമാർ ഞങ്ങളെ. അപ്പോൾ നോക്കി, അപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ എവിടം വരെ നമ്മൾ ചെയ്ത് തീർത്തെന്നൊക്കെ അറിയാൻ വേണ്ടി വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത് തീർക്കും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായെന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കി, ജസ്റ്റ് തല കാണിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് അവർ വന്നതാ. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും ചോറിനാൻ പോകുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ചൂടല്ലേ, അപ്പോൾ ഷർട്ട് ഊരിട്ടൊന്നും കഴിക്കാനേ, അതല്ല എൻ്റെ ഒരു ഇത് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചോറ് മതി. ചോറിനകത്ത് ബീട്രൂട്ടും ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്. എനിക്ക് വേറെ ഒരു കറിയൊന്നും വേണ്ട. അങ്ങനെ ഇത് രണ്ടും കൂട്ടി അങ്ങനെ തട്ടി. അങ്ങനെ ചിക്കനൊക്കെ മാട്ടുമാട്ടുന്ന് അടിച്ച് കിടക്കുന്ന കിടപ്പാണ് ഗൈസ് നിങ്ങളെ കാണുന്നത്. ഇനി ഏകദേശം ഒരു മണിക്കൂറുണ്ട്. ഒരു മണിക്കൂർ കുറച്ച് ഞങ്ങൾ ഉറങ്ങാന്ന്. പക്ഷേ സമയം പെട്ടെന്ന് പോകുന്നത് ചോറുണ്ട് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ നിലത്ത് കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഞാനൊന്ന് കിടന്നാൽ മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു മണിക്കൂർ പോയത് പോലും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ കളിക്കളത്തിലേക്കൊന്ന് ഇറങ്ങിയാലോ, ബാക്കി കുറച്ചും കൂടെ ചെയ്ത് തീർക്കാനുണ്ടെന്നേ. അപ്പോൾ ഒന്ന് കണ്ടാലോ. അങ്ങനെ ചോറെല്ലാം ഉണ്ട് കഴിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇത് പിന്നെ ഇറങ്ങി. സൂര്യനാണെങ്കിൽ അപ്പോൾ തന്നെ എൻ്റെ തലയ്ക്ക് മീതെ വന്ന് നിൽക്കാൻ തുടങ്ങി. എവിടെ നോക്കിയാലും സൂര്യൻ എൻ്റെ പുറകെ തന്നെ വരും. എന്നെ വിടാതെ പിടിച്ചിരിക്കുന്ന മട്ട കേട്ടോ ഇവൻ. ഞാൻ എവിടെ നോക്കിയാലും സൂര്യൻ. അങ്ങനെ ദാണ്ട കിടക്കുന്നവർ 5 മണിയായത് പോലും അറിഞ്ഞില്ല. അപ്പോഴത്തേക്ക് 4 ചാക്കിൻ്റെ അകത്ത് ഫുള്ളായിട്ട് പുല്ല് നമ്മൾ നിറച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മുന്നേ തന്നെ ആ തെങ്ങിൻ്റെ ചോട്ടിൽ, ആ കാണുന്ന തെങ്ങിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ ഒത്തിരി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞ് കൈയും കാലും മുഖമൊക്കെ കഴുകാൻ പോകുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോഴത്തേക്കും നല്ല അവശനായിരുന്നു. അങ്ങനെ ഇന്നത്തെ വർക്ക് നല്ല രീതിക്ക് ചെയ്ത് തീർത്തപ്പോഴത്തേക്കും മുതലാളി പറഞ്ഞു, ഒരു ചായ കുടിച്ചിട്ട് വന്നാലോ. ആയിക്കോട്ടെ, ഞാനും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഫോളോയും ചെയ്ത് കൂടെ കൂടണേ.